ബാഗും പാക്ക് ചെയ്ത് പിള്ളേരെ എല്ലാവരും റെഡിയാക്കി നിർത്തി ഞങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാണോ? ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി ഒരു 2-3 മാസമായിട്ട് പ്ലാൻ ചെയ്ത ഒരു ചെറിയൊരു ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി റെഡി ആയി പോകുന്നത് കേട്ടോ. ഇത്രയും കസിൻസ് ഒന്നും അല്ല, ഇനിയും 2 ഫാമിലീസും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. ഒരു പാട്ടൊക്കെ ഇല്ലാതെ എന്ത് വൈബാണല്ലേ. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങള് അധിക ദൂരമൊന്നുമില്ല, കോതമംഗലത്ത് തട്ടേക്കാടിന് അടുത്തൊരു റിസോർട്ടിലേക്കാണ്. അതിന് മുന്നേ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മണിക്കാണ് ചെക്ക് ഇൻ. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പ്ലേസസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. ഭൂതത്താൻകെട്ട് ഡാം കഴിഞ്ഞിട്ട് ഇടമലയാറിലുള്ള റൂട്ടിലാണ് ഈ ഒരു പ്ലേസ് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് വലിയ ഒച്ചയും വെള്ളമൊന്നും എടുക്കണ്ടെന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഫോറസ്റ്റുകാരൻ പറഞ്ഞു. എൻ്റെ ഒരു കസിനാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വടാട്ടുപാറ വാട്ടർഫോൾസിലേക്കാണ്. നല്ല രസമായിരുന്നു കേട്ടോ. അത്രയും നല്ല ചൂടത്താ പോയത്. നട്ടുച്ചയ്ക്കാണെങ്കിലും ആ വെള്ളത്തിലൊന്ന് കാല് തൊട്ടപ്പോഴേക്കും എന്തൊരു തണുപ്പായിരുന്നു എന്നറിയോ. ഞങ്ങൾ അധികം നടക്കാനൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. ഞങ്ങൾ നടന്ന് ഈ ഒരു വാട്ടർഫോൾസിലേക്ക് എത്തി. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. നബിദിനായിരുന്നു. അപ്പം അതിൻ്റെ തിരക്കും എല്ലാം കൂടിയായിട്ട് ഹോളിഡേയ്സിൽ ഒരുപാട് പേര് അവിടെ വന്നിരിക്കുന്നുണ്ട്. കുറച്ച് വെയിൽ അറിയിട്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നി. എങ്കിൽ പോലും ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിള്ളേർ ഗ്യാങ്സ് എല്ലാവരും ഉണ്ട്. ഞങ്ങളും എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. നല്ലൊരു കൂൾ പ്ലേസ് ആണ് കേട്ടോ. വെള്ളം കണ്ട വെറുതെ നിൽക്കുന്ന പിള്ളേരൊക്കെ വളരെ റെയറല്ലേ. ഞാൻ ഉൾപ്പെടെ ഈ നിൽക്കുന്ന എല്ലാ കസിൻസും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വെള്ളം കണ്ടപ്പോഴേക്കും എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ചാടി. ഞങ്ങൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങളും ഇറങ്ങിയേനെ കേട്ടോ. പണ്ട് ഞങ്ങൾ പാലക്കാട് മണ്ണാർക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ ഇതേപോലെയൊക്കെ കുറേ പുഴയും വെള്ളച്ചാട്ടവും കാടും ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ ഈ കസിൻസ് എല്ലാവരും വെക്കേഷന് ട്രിപ്പായിട്ട് വന്ന് ഞങ്ങൾ ഇതുപോലെ കഴിച്ചു വിളിക്കുമായിരുന്നു. ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ എല്ലാവരും ഇതേ വൈബിൽ തന്നെ പോണ ആൾക്കാരാട്ടോ. ദൈവം സഹായിച്ച് ഇപ്പോഴും ഞങ്ങൾക്ക് ഇതേപോലെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ചേട്ടനാകെ 2 ആഴ്ചത്തെ ലീവേ ഉള്ളൂ കേട്ടോ. അത് ചോദിച്ചു വാങ്ങിച്ച് വന്നതാണ്. ഇതുപോലൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റില്ലെങ്കിൽ എന്ത് സങ്കടമായിരിക്കും അല്ലേ. എല്ലാവരുടെയും ജോലി തിരക്കിൻ്റെ ടെൻഷൻ്റെ ഇടയിൽ ഇതുപോലെ കുറച്ച് ഹാങ് ഔട്ട്സും കാര്യങ്ങളും ഇല്ലെങ്കിൽ എന്തായാലും ഒരു രസം. റിസോർട്ടിലെത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ അടുത്ത വ്ലോഗിൽ ഞാൻ പറയാവേ.